ഇന്ന് നമ്മളൊരു ചുരിദാറാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു കോളർ വെച്ച ചുരിദാറാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ എന്താ ടേപ്പിൻ്റെ ഇത് ഇഞ്ച് സൈഡാണെന്ന് ഞാൻ നേരത്തെ തന്നിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ തന്നിട്ടുണ്ട്. കണ്ടോ, ഇഞ്ചാണ്. വലിയ സംഖ്യ ഇഞ്ചും ചെറിയ സംഖ്യ സെൻറ്റിമീറ്ററും ഇഞ്ചും കൂടെ ഉണ്ട്. അപ്പോൾ ഈ സെൻറ്റിമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാ? തുണി എത്ര മീറ്റർ ഉണ്ടെന്നൊക്കെ അളക്കാനായിട്ടാണ്. കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇഞ്ചാണ് നല്ലത്. ഇപ്പം നമുക്ക് ലെന്ത് ആദ്യം എടുക്കേണ്ടത് എന്താ നോക്കേണ്ടത്? ഒരു ചുരിദാർ ടോപ്പ് തയ്ക്കണമെങ്കിൽ ഇറക്കം എന്ത് മാത്രം വേണമെന്ന് നോക്കണം. അപ്പം നമ്മൾ ടേപ്പ് ഒന്നേന്നുള്ള നമ്പർ കണ്ടോ താഴോട്ടിടണം. നമുക്ക് വേണ്ടുന്ന ഇറക്കം എടുക്കണം. എന്നിട്ട് നമുക്കിപ്പോൾ 45 വേണമെങ്കിൽ 45 കറക്റ്റ് ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഇറക്കം നോക്കിയിട്ട് അത് എഴുതി വെക്കണം. ഇറക്കം അല്ലെങ്കിൽ ലെന്ത് 45. ഓക്കെ, അത് നമുക്ക് കറക്റ്റായിട്ടുള്ള ഇറക്കം. പിന്നെ അതിനകത്ത് തയ്യെത്തുമ്പോൾ വേറെ കൂട്ടുക, കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇറക്കം എടുത്തതിന് ശേഷം ഷോൾഡർ എടുക്കുമ്പോൾ നമ്മുടെ ഈ ബോണില്ല, ഈ ബോൺ വരെയുള്ളത്. അപ്പം മിററിൽ നോക്കിയിട്ട് നിങ്ങളിങ്ങനെ നോക്കണം. നമ്മുടെ ഒരു കണ്ണാടിയിൽ നോക്കിയതിന് ശേഷം ഇങ്ങനെ വെച്ച് വേണം ഈ ബോണിൻ്റെ മുതൽ ഈ ബോൺ വരെ എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അവിടെ എഴുതി വെക്കണം. ഷോൾഡർ 15 15, 16 16 അവരൊരാൾ. അത് കഴിഞ്ഞതിന് ശേഷം ചെസ്റ്റ് വണ്ണം ടേപ്പിൻ്റെ ഇഞ്ച് പുറത്തിടണം. ഓക്കെ, ചെസ്റ്റ് വണ്ണം, ചെസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതി വെക്കുക. ഇങ്ങനെ പിടിക്കണം. ടൈറ്റായിട്ടും പാടില്ല, ലൂസായിട്ടും പാടില്ല. ലൂസ് നമ്മൾ കൂട്ടുമ്പോൾ ബോഡിയിൽ നിന്ന് ലൂസ് കൂട്ടുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോഴാണ് ലൂസ് കൂട്ടുന്നത്. അപ്പം നമ്മൾ കിട്ടിയ അളവ് മാത്രം എഴുതി വെക്കുക. അപ്പം എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതി വെക്കുക. ചെസ്റ്റ് വണ്ണം എടുക്കുന്നത് ഇത് നമ്മുടെ ബ്രസ്റ്റ് കണ്ട ആ സെൻറ്ററിൽ കൂടെ. അപ്പം ഇതിനേക്കായാലും കൂടുതലായിരിക്കും, ചെസ്റ്റ് വണ്ണത്തിനേക്കായാലും ബ്രസ്റ്റിൻ്റെ ഭാഗം 1-2 ഇഞ്ച് കൂടുതലായിരിക്കും. ഓക്കെ, അത് വരും. പിന്നെ ഇത് വേസ്റ്റ് ഭാഗം, നമ്മുടെ വയറിൻ്റെ ഭാഗം, ആ വണ്ണം എഴുതി വെക്കുക. അപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞു? ലെന്ത് പറഞ്ഞു, ഷോൾഡർ പറഞ്ഞു, ചെസ്റ്റ് പറഞ്ഞു, ബ്രസ്റ്റ് പറഞ്ഞു, വേസ്റ്റ് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഹിപ്പിൻ്റെ അവിടുത്തെ നമ്മുടെ ഈ സീറ്റ് ഭാഗമല്ലേ, അവിടുത്തെ വണ്ണം കൂടെ കാണണം. ഓക്കെ, അതും കൂടെ എഴുതി വെക്കണം. ഈ സീറ്റ് ഭാഗം വണ്ണം നോക്കുന്നത് നമ്മുടെ സ്ലിറ്റ് എന്തുമാത്രം ഉണ്ടോ അവിടുത്തെ എവിടം വരെ വേണോ, സ്ലിറ്റ് എത്രയാണെന്ന് വെച്ചാൽ 20 21 എത്രയാണെന്ന് വെച്ചാൽ അത്, എന്നിട്ട് അവിടുത്തെ വണ്ണം കൂടെ അത് സ്ലിറ്റ് ലെന്ത് അത് എഴുതിയതിന് ശേഷം അവിടുത്തെ വണ്ണം സ്ലിറ്റ് ലെന്ത് 22 അങ്ങനെ എഴുതിയതിന് ശേഷം എന്നിട്ട് അവിടുത്തെ വണ്ണം കൂടെ നോക്കണം. അവിടുത്തെ വണ്ണം നോക്കിയിട്ട് അതുകൂടെ എഴുതണം. അതുപോലെ തന്നെ വേസ്റ്റ് ഭാഗത്തെ ലെന്ത് നോക്കുമ്പോൾ ഞാൻ ഇവിടെ മൂന്നാമത്തെ ഒരാളെ പറഞ്ഞല്ലോ, ചെസ്റ്റ് കഴിഞ്ഞ് ബ്രസ്റ്റ് കഴിഞ്ഞ് വേസ്റ്റ് ഭാഗം ലെന്ത് നോക്കുമ്പം ഷോൾഡറിൽ നിന്ന് നമ്മൾ ഇവിടം വരെ വെച്ചിട്ട് ആ ലെന്ത് നോക്കണം. ഇപ്പോൾ 14 14 വയറിൻ്റെ ഒരു ഭാഗം. എന്നിട്ട് അവിടുത്തെ വണ്ണമാണ് എന്ത് വേസ്റ്റ് ഭാഗത്തെ വണ്ണം നോക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നെക്ക് നോക്കുന്നത് ഇങ്ങനെ. കോളർ നെക്കാണെങ്കിൽ ഇങ്ങനെ നോക്കും, ചുറ്റളവ് നോക്കും. പകുതിയാണെങ്കിൽ നമ്മളിങ്ങനെ നോക്കും. അതുപോലെ തന്നെ നെക്ക് ലെന്ത് നോക്കുന്നത് ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് വന്നിട്ട് എത്ര വേണം ഇങ്ങനെ വെച്ചാൽ നോക്കിയാൽ മതി. എത്ര ഉണ്ട്? 6 6, 5 5, 6 7 7 എത്രയെന്ന് വെച്ചാൽ ഓരോരളവിൽ വീതി അതുപോലെ തന്നെ സ്ലീവ് ലെന്ത് നോക്കുന്നത് ഷോൾഡറിൻ്റെ നമ്മുടെ ടേപ്പ് ഇങ്ങനെ ഇട്ടതിന് ശേഷം ടേപ്പ് ഇങ്ങനെ നമ്പർ പുറത്ത് കാണാം. എന്നിട്ട് നിങ്ങളുടെ ഇറക്കം എവിടം വരെ വേണോ, ഞാനിപ്പോൾ ഇത് 14 ഉണ്ട്. എനിക്ക് ഷോൾഡർ ചെയ്തുകൂടെ വന്നിട്ട് എൻ്റെ ഈ ഉടുപ്പിൻ്റെ കൈയുടെ അളവ് 14. അവിടുത്തെ വണ്ണം നോക്കണം. നമ്മൾ ആ ലെന്ത് എത്ര വന്നോ അവിടുന്ന് ടേപ്പ് ലെന്ത് സ്ലീവിൻ്റെ ലെന്ത് എത്രയാണെന്ന് വെച്ചാൽ 14. ഓക്കെ, അത് എഴുതിയതിന് ശേഷം ആ ലെന്ത് എവിടം വരെ കിട്ടിയോ അവിടുത്തെ വണ്ണം എത്ര 12 12, 14 13 13 അത് എഴുതി വെക്കണം. അതുപോലെ തന്നെ മസിൽ വണ്ണം എന്ന് പറയും. ഈ 2 വണ്ണവും എടുക്കണം കേട്ടോ. മസിൽ വണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൈയുടെ ഈ ഭാഗം ഉണ്ടല്ലേ, ഈ കൈക്കുഴിക്ക് ചേർന്നുള്ളത്, അവിടുത്തെ വണ്ണം എത്രയാണെന്ന് വെച്ചിട്ട് അവിടെ എഴുതി വെക്കണം. അത് എഴുതും 14 14 എത്രയാണെന്ന്. അതുപോലെ തന്നെ ഹാം ഹോൾ റൗണ്ട് എടുക്കുമ്പോൾ ടേപ്പ് ഇങ്ങനെ ഇടണം. ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇങ്ങനെ പിടിച്ചിട്ട് തിരിച്ചിടണേ. നമ്പർ പുറത്ത് ഇടണം. 5 സൈഡ്
നമുക്ക് കണ്ടെഴുതാനായിട്ട്. ഇപ്പോൾ ടേപ്പ് ഇങ്ങനെ എഴുതിയതിന് ശേഷം നോക്കിയതിന് ശേഷം ഇപ്പോൾ 16 ഇഞ്ച് ആം ഹോൾ റൗണ്ട് കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. നിങ്ങൾ സ്വയം എടുക്കുന്നതാണ് ഇങ്ങനെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൊണ്ട് എടുപ്പിക്കാം. അപ്പോൾ 16 ഇങ്ങനെ എഴുതി വെക്കണം. ഇങ്ങനെയാണ് ഓരോ ഭാഗം അളവെടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് അളവിൽ ഞാൻ ബോർഡിൽ പറഞ്ഞു തരാം. ഈ മെഷർമെൻ്റ് എല്ലാം ഇപ്പം ഞാൻ എടുത്ത മെഷർമെൻ്റ് ആയിരിക്കും ബോർഡിൽ എഴുതുന്നത്. നിങ്ങൾ നിങ്ങളുടെ മെഷർമെൻറ്റ് പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് ഞാൻ ബോർഡിൽ എഴുതുന്ന പോലെ നിങ്ങളുടെ അളവ് എഴുതി വെക്കുക. തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ അളവ് എഴുതും, നിങ്ങൾ നിങ്ങളുടെ അളവിൽ എഴുതി തുണി കട്ട് ചെയ്ത് തയ്ച്ച് നോക്കണം. ഓക്കെ, ഇനി നമുക്ക് കട്ടിങ് വീഡിയോയും അതുപോലെ തന്നെ ബോർഡിൽ മെഷർമെൻറ്റ് പറയുന്നതും കാണാം. ഓക്കെ.